ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ദിവസത്തെ സമർത്ഥമായിട്ട് നിന്നിലേക്ക് പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒത്തിരി നന്മകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ ദൈവം നമ്മൾ നോക്കിയിട്ട് ഓർക്കും, ഓരോ അനുഗ്രഹവും കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അമർത്തി കുലുക്കി തരും. വിളിച്ചപേക്ഷിക്കുന്നവരിലേക്ക് ധാരാളം കൃപകൾ, അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നല്ല ദൈവം. കൃപകളൊക്കെ ചൊരിയുമ്പോൾ, നന്മകൾ നിറയ്ക്കുമ്പോൾ ദൈവം തിരിച്ച് നമ്മുടെ കൃതജ്ഞത പ്രതീക്ഷിക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മൾ കൃതജ്ഞത ആവശ്യമില്ല, പക്ഷേ ദൈവത്തിന് നന്ദി പുലർത്തുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. ഈശോ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന രംഗമുണ്ട്. അവർ പോകും വഴിയാണ് സുഖപ്പെട്ടത്. അതിൽ 9 പേര് നേരെ പോയി. ഒരാൾ തിരിച്ചു വന്ന് ഈശോയുടെ അടുത്ത് വന്ന് നന്ദിയോടുകൂടി സാഷ്ടാംഗം പ്രണമിച്ചു. അപ്പോൾ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാമത്തെ അധ്യായം 17-ാം വാക്യം. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? പ്രിയ സഹോദര സഹോദരി, നമ്മളോട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ഒരിക്കലും ഇട കൊടുക്കരുത്. എന്നിൽ നിന്ന് അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ചിട്ട് എന്നിൽ നിന്ന് കൃപയൊഴുകിയിട്ട് നീ എവിടെ എന്നൊരു ചോദ്യം നമ്മെ നോക്കിക്കൊണ്ട് ദൈവം ചോദിക്കാൻ ഇടവരാതിരിക്കട്ടെ. കൃതജ്ഞതയുടെ ഒരു ജീവിതം, അതായിരിക്കട്ടെ നിൻ്റെ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. നന്ദി നിറഞ്ഞൊരു ജീവിതം എപ്പോഴും കെട്ടിപ്പടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ അങ്ങ് സഹായിക്കണമേ. ഈ ദിവസം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപയാൽ നിറയപ്പെടട്ടെ, നിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നിന്നെ മാത്രം നോക്കിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസത്തിൽ എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ പ്രിയപ്പെട്ടവരും സംരക്ഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന